നമസ്കാരം. യുകെയിലെ തെരുവുകളിൽ പലസ്തീൻ പ്രേമം തലയ്ക്കുപിടിച്ച് അഴിഞ്ഞാടുന്ന തീവ്രവാദ അണികളെയും അവർക്ക് ചൂട്ടുപിടിക്കുന്ന കപട മനുഷ്യാവകാശ ജിഹാദി ഗ്രൂപ്പുകളെയും ഒതുക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം ഭീകരവിരുദ്ധ നിയമത്തിന്റെ ചാട്ടവാറെടുക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ ആഘാതം എന്താണെന്ന് ഇവിടുത്തെ വിഘടനവാദികളും വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ മറവിൽ ആഗോളതലത്തിൽ അരങ്ങേറുന്ന ഇത്തരം അരാജകത്വങ്ങൾക്ക് യുകെയിൽ കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ലണ്ടനിലെ അതിശക്തമായ അപ്പീൽ കോടതിയിൽ നിന്നും പുറത്തുവരുന്ന ചരിത്രവിധി യുകെയിലെ കുപ്രസിദ്ധ പലസ്തീൻ അനുകൂല അക്രമ ഗ്രൂപ്പായ പലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയുടെ അടിവേരറക്കുന്ന ഒന്നാണ്. വെറുമൊരു സമാധാനപരമായ ജനാധിപത്യ പ്രക്ഷോഭമല്ല ഇവർ നടത്തുന്നതെന്നും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തന്നെ പാടെ തകിടം മറിക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളായി കണക്കാക്കാവുന്ന തരത്തിലുള്ള കടുത്ത നിയമവിരുദ്ധമായ അക്രമ സംഭവങ്ങളിലും പൊതുമുതൽ നശിപ്പിക്കലിനും തന്ത്രപ്രധാന വ്യവസായശാലകൾ അടിച്ചു തകർത്തുന്നതിലും ഈ സംഘടന നിരന്തരമായി ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് അപ്പീൽ കോടതിയിലെ 5 ജഡ്ജിമാരും ഒരേ സ്വരത്തിൽ അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സംഘടനയെ ഭീകരവാദ സംഘടനകളുടെ ഔദ്യോഗിക പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നേക്കുമായി ഒതുക്കാൻ അന്നത്തെ ഹോം സെക്രട്ടറി യുവൈറ്റ് കൂപ്പർ എടുത്ത കർശനമായ നടപടി നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് മുൻപ് ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ആ സാങ്കേതിക വിള്ളലുകൾ മുതലെടുത്ത് വലിയ രീതിയിൽ അഹങ്കരിക്കുകയും ലണ്ടനിലെ തെരുവുകളിൽ കൂടുതൽ അക്രമങ്ങൾ അഴിച്ചുവിടാൻ പദ്ധതിയിടുകയും ചെയ്ത വിഘടനവാദികളുടെ നെഞ്ചു തകർക്കുന്ന വിധിയാണിപ്പോൾ അപ്പീൽ കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. യുകെയിലെ നിയമ സംവിധാനങ്ങളെയും അവിടുത്തെ പരമാധികാരത്തെയും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് പാലസ്തീൻ പ്രേമവും തീവ്രവാദ ചിന്താഗതികളും തലയ്ക്കു പിടിച്ച് തെരുവിലിറങ്ങി അക്രമം കാണിക്കുന്ന മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള ചില കപട ഇടതുപക്ഷ ജിഹാദി അനുഭാവികൾക്ക് ഈ വിധി കൃത്യമായൊരു താക്കീതാണ് നൽകുന്നത്. യുകെയിൽ സുഖമായി ജീവിച്ചുകൊണ്ട് അവിടുത്തെ നികുതി പണവും ആനുകൂല്യങ്ങളും പറ്റി അതേ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം വിനാശകരമായ ഗ്രൂപ്പുകൾക്ക് ഒപ്പമിരുന്ന് കഞ്ഞി കുടിക്കാൻ നോക്കുന്നവർക്ക് ഇനി കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. കഴിഞ്ഞ വർഷം ജൂലൈ 5 മുതൽ യുകെയിൽ പൂർണ്ണമായി നിലവിൽ വന്ന ഈ നിരോധന ഉത്തരവ് അപ്പീൽ കോടതി ശരിവെച്ചതോടെ ഈ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയിൽ വെറുതെ ഒരു ഔദ്യോഗിക അംഗത്വം എടുക്കുന്നതോ സോഷ്യൽ മീഡിയ വഴി പോലും ഇവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ച് പിന്തുണയ്ക്കുന്നതോ യുകെയിൽ കടുത്ത ഭീകരവിരുദ്ധ നിയമപ്രകാരമുള്ള വലിയ ക്രിമിനൽ കുറ്റമായി മാറിയിരിക്കുകയാണ്. നിയമം ലംഘിച്ച് ഇനിയും ഈ തെരുവ് ഗുണ്ടകളെ താങ്ങി നടക്കാൻ നോക്കുന്ന ഏത് വിഘടനവാദിക്കും 14 വർഷം വരെ കഠിന തടവ് അനുഭവിക്കേണ്ടി വരും. ലണ്ടനിലെ സെൻട്രൽ ജയിലുകളിൽ കിടന്ന് അഴിയെണ്ണേണ്ടി വരും. രാജ്യസുരക്ഷയുടെ കാര്യത്തിലും വിഘടനവാദത്തെ അടിച്ചമർത്തുന്ന കാര്യത്തിലും യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഭരണകൂടം തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലാണ് അവിടുത്തെ ഹോം ഡിപ്പാർട്ട്മെന്റ്. ഇനി ഇവർ അപ്പീൽ കോടതിയെ മറികടന്ന് സുപ്രീം കോടതിയെ സമീപിച്ച് എത്രയൊക്കെ കരഞ്ഞാലും ഈ ഭീകരവാദ നിരോധന നിയമത്തിന്റെ ശക്തമായ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ദേശീയ സുരക്ഷയെ മുൻനിർത്തിയെടുത്ത ഈ തീരുമാനം പൂർണ്ണമായും നീതിപൂർവമാണെന്ന് കോടതി വ്യക്തമാക്കിയതോടെ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ നോക്കുന്ന ഇത്തരം ഒന്നിനോടും ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് കടുത്ത ഭാഷയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘടന നിയമപരമായി നിരോധിക്കപ്പെട്ടതോടെ യുകെ പോലീസ് ഈ വിഘടനവാദികളുടെ താവളങ്ങൾ തകർക്കാനും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കാനുമുള്ള കടുത്ത നടപടികളിലേക്ക് ആഞ്ഞിരിക്കുകയാണ്. ഇതിനകം തന്നെ ആയിരക്കണക്കിന് അണികളെയും അക്രമകാരികളെയുമാണ് ഭീകരവിരുദ്ധ നിയമപ്രകാരം യുകെ പോലീസ് അഴിക്കുള്ളിലാക്കിയത്. ഇസ്രയേലുമായി ബന്ധമുള്ള ഒരു തന്ത്രപ്രധാന ആയുധ നിർമ്മാണശാലയിലേക്ക് വടിയും കല്ലുകളുമായി അതിക്രമിച്ചു കയറി പൊതുമുതൽ തകർത്ത് തരിപ്പണമാക്കിയ കേസിൽ അറസ്റ്റിലായ 4 ഭീകരവാദ പ്രതികളുടെ വിചാരണ കാണാനെന്ന വ്യാജേന കോടതി വളപ്പിൽ തടിച്ചുകൂടി അവിടെയും അരാജകത്വം സൃഷ്ടിക്കാൻ നോക്കിയ 100-ലധികം പലസ്തീൻ ഗുണ്ടകളെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വൂൾവിച്ച് ക്രൗൺ കോടതിയിൽ നിന്നും പോലീസ് വലിച്ചിഴച്ച് നിലത്തിട്ട് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തത്. അപ്പീൽ കോടതി വിധി പുറത്തുവരുന്നതിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ വാശി തീർക്കാൻ തെരുവിലിറങ്ങി അക്രമത്തിന് മുതിർന്ന മറ്റ് 120 അക്രമികളെ കൂടി ഇന്നലെ രാത്രിയോടെ യുകെ പോലീസ് കൂട്ടത്തോടെ വളഞ്ഞു പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. ലണ്ടനിലെ നിയമങ്ങൾ ഇനി പഴയതുപോലെയല്ലെന്നും ഭീകരവാദ ചാപ്പ വീണാൽ തങ്ങളുടെ കരിയറും ജീവിതവും യുകെയിലെ ജയിലുകളിൽ അവസാനിക്കുമെന്നും അവിടുത്തെ ചില വിഘടനവാദ മലയാളി പ്രവാസികൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ദേശീയ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും പരമപ്രധാനം നൽകുന്ന നമ്മുടെ ശക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നിന്നും ദേശീയ നിലപാടിൽ നിന്നും നോക്കുമ്പോൾ യുകെ ഭരണകൂടത്തിന്റെ ഈ നടപടി ആഗോള വിഘടനവാദത്തിനേറ്റ ഏറ്റവും വലിയ കനത്ത പ്രഹരം തന്നെയാണ്. ഭാരതത്തിനായാലും യുകെയിലായാലും സമാധാനത്തിന്റെയോ ന്യൂനപക്ഷ അവകാശങ്ങളുടെയോ പേര് പറഞ്ഞ് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ട് ഇത്തരം ഭീകരവാദ തീവ്രവാദികളെ തലോടി വളർത്തുന്ന പ്രവണതയ്ക്ക് അറുതി വരുത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. പാലസ്തീൻ ഐക്യദാർഢ്യം എന്നതൊക്കെ വെറുമൊരു കപട നാടകം മാത്രമാണ്. അതിന്റെ മറവിൽ രാജ്യത്തെ തന്ത്രപ്രധാന സ്ഥാപനങ്ങളെ ആക്രമിക്കുക, സാധാരണക്കാരുടെ ക്രമസമാധാനം തകർക്കുക, ഭീകരവാദ ആശയങ്ങൾക്ക് രഹസ്യമായി ഫണ്ടിങ് നടത്തുക എന്നിവയാണ് ഇത്തരം ഇടത് ജിഹാദി സഖ്യങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ ഇരുന്ന് കാണിക്കുന്ന സുഡാപ്പി വിഘടനവാദ രാഷ്ട്രീയവും പ്രകടനങ്ങളും ലണ്ടനിലെ തെരുവിലിറങ്ങി കളിച്ചാൽ കരിയറും ജീവിതവും ജയിലിൽ കിടന്ന് തീരുമെന്ന് ചില മലയാളി പ്രവാസികൾ ഇനി ഓർത്താൽ നന്ന്.
ഭീകരവാദ കുറ്റം ചുമത്തപ്പെട്ടാൽ പിന്നീട് UK മണ്ണിൽ ജീവിക്കാമെന്ന് ആരും സ്വപ്നം കാണേണ്ടതില്ല. നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ സ്വീകരിക്കുന്ന കടുത്ത ഭീകരവിരുദ്ധ നിലപാടുകളുടെയും വിഘടനവാദ വിരുദ്ധ പോരാട്ടങ്ങളുടെയും അതേ ശരിയായ പാതയിലാണിപ്പോൾ UK സഞ്ചരിക്കുന്നതെന്നത് ഏറെ സ്വാഗതാർഹമാണ്. രാജ്യത്തെ തിന്നുന്ന വിഘടനവാദികളെ വെച്ചുപൊറിപ്പിക്കില്ല എന്ന കർശന നിലപാട് ആഗോളതലത്തിൽ തന്നെ ശക്തമാവുകയാണ്. UK വിവിധ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് തദ്ദേശീയരായ വിദ്യാർത്ഥികളെയും വിദേശത്തു നിന്നും എത്തുന്ന ഉദ്യോഗാർത്ഥികളെയും ലക്ഷ്യമിട്ട് ഈ നിരോധിക്കപ്പെട്ട സംഘടന വലിയൊരു രഹസ്യ ശൃംഖല തന്നെ ക്യാമ്പസുകളിൽ നിർമ്മിച്ചിരുന്നതായി പുതിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് എന്നും ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്നൊക്കെയുള്ള ആകർഷകമായ വ്യാജ സാംസ്കാരിക കൂട്ടായ്മകളുടെ മറവിലാണ് ഇവർ ക്യാമ്പസുകളിലേക്ക് നുഴഞ്ഞു കയറി വംശീയ വിദ്വേഷവും വിഘടനവാദ ആശയങ്ങളും യുവതലമുറയുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കുന്നത്. ഉന്നത പഠനത്തിനായാലും മെച്ചപ്പെട്ട കരിയറിനായാലും ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയും ലോണെടുത്തും കഷ്ടപ്പെട്ട് UK ഒടുവിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി അറിയാതെ ഇത്തരം ഗ്രൂപ്പുകളുടെ കെണിയിൽ ചെന്ന് വീഴുകയും ചെയ്യുന്ന പ്രവാസികളായ നിഷ്കളങ്കരെ മുൻനിർത്തിയാണ് പാലസ്തീൻ ആക്ഷന്റെ തലപ്പത്തിരിക്കുന്ന വമ്പന്മാർ തങ്ങളുടെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കിയിരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലുമായി UK പുലർത്തുന്ന തന്ത്രപ്രധാനമായ നയതന്ത്ര ബന്ധങ്ങളെയും കോടിക്കണക്കിന് രൂപയുടെ പ്രതിരോധ കരാറുകളെയും പാടെ തകിടം മറിക്കുക എന്ന കൃത്യമായ വിദേശ അജണ്ടയാണ് ഈ തെരുവ് പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് ബ്രിട്ടീഷ് ഭരണകൂടം തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇപ്പോൾ കടുത്ത നിലപാടിലേക്ക് നീങ്ങിയത്. സംഘടനയുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെ അഡ്മിന്മാരെയും രഹസ്യ മീറ്റിംഗുകൾ സംഘടിപ്പിക്കുന്ന ഇടനിലക്കാരെയും ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്താൻ പ്രത്യേക സൈബർ ഇന്റലിജൻസ് വിങ്ങിനെ തന്നെ UK ഹോം ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഔദ്യോഗികമായി ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ഭീകരവിരുദ്ധ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ ഈ സംഘടനയുടെ ഓൺലൈൻ ക്യാമ്പയിനുകളിൽ പങ്കാളികളാകുന്നവരുടെ IP അഡ്രസ്സുകളും ഡിജിറ്റൽ ഫുട് പ്രിന്റുകളും UK സുരക്ഷാ ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിച്ചു വരുന്നത്. പാലസ്തീൻ ആക്ഷൻ എന്ന ഈ സംഘടനയുമായി ബന്ധം പുലർത്തുന്നവർക്കും UK ഇത്തരം പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് വെള്ളം ചേർക്കാൻ പോകുന്നവർക്കും ഇനി നേരിടേണ്ടി വരുന്നത് അതികഠിനമായ പ്രത്യാഘാതങ്ങളാണ്. UK ഭീകരവിരുദ്ധ നിയമപ്രകാരം ഈ സംഘടനയിൽ അംഗത്വം എടുക്കുന്നത് ഉടനടി ജാമ്യമില്ലാ അറസ്റ്റിനും 14 വർഷം വരെ കഠിന തടവിനും കാരണമാകും. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിംഗ് നൽകുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പൂർണ്ണമായും മരവിപ്പിക്കുകയും പണത്തിന്റെ യഥാർത്ഥ സ്രോതസ് കണ്ടെത്തി രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും ചെയ്യും. പൊതുമുതൽ നശിപ്പിക്കുകയും അക്രമം കാണിക്കുകയും ചെയ്താൽ കടുത്ത വകുപ്പുകൾ പ്രകാരം വിചാരണ നേരിടുകയും നാശനഷ്ടങ്ങൾക്ക് തുല്യമായ വൻതുക ഇവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. പ്രവാസികളായ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരം സമരങ്ങളിൽ പങ്കെടുത്താൽ അവരുടെ വർക്ക് വിസയും സ്റ്റുഡൻസ് വിസയും ഉടനടി റദ്ദാക്കപ്പെടും. തുടർന്ന് ജയിൽ ശിക്ഷയ്ക്ക് ശേഷം UK നിന്ന് എന്നേക്കുമായി നാടുകടത്തപ്പെടുകയും ചെയ്യും. ഓൺലൈൻ വഴിയുള്ള ആശയപ്രചാരണം നടത്തിയാലും സൈബർ പോലീസ് കൃത്യമായ നിരീക്ഷണത്തിലൂടെ പിടികൂടി ജയിലടയ്ക്കാനാണ് UK ഭരണകൂടത്തിന്റെ പുതിയ തീരുമാനം. ബ്രിട്ടൻ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ അപ്പീൽ കോടതി കൈക്കൊണ്ട ഈ ചരിത്രപരമായ തീരുമാനം ലോകമെമ്പാടുമുള്ള വിഘടനവാദ ശക്തികളുടെയും അവരെ പിന്തുണയ്ക്കുന്ന ഇവരുടെ ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയ കോമാളികളുടെയും കൃത്യമായി കണ്ണുതുറപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമല്ലോ. കൂടുതൽ വാർത്തകൾക്കായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.